The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome to the class. Hope you all gone through the video of first chapter and you understood the concept that is related to macroeconomics and how macroeconomics is emerged and further developments and about Great Depression, isn't it? Now we are moving with the second chapter. That is National Income Accounting. National Income Accounting. Just we are calculating national income. That is how a nation's income is calculating. എങ്ങനെയാണ് ഒരു national income calculate ചെയ്യുന്നത്? So what do you mean by national income? Simply, national income means income of the nation. ഒരു രാജ്യത്തിൻ്റെ വരുമാനം ആണെന്ന് national income എന്ന് പറയുന്നത്. അല്ലേ? Then national income is the sum total of money value of all goods and services produced in a country in a given period of time, usually financial year. അല്ലേ? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി അറ്റ് എ ഗിവൻ പീരീഡ്. ഗിവൻ പീരീഡ് എന്ന് വെച്ചാൽ യൂഷ്വലി ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മണി വാല്യൂ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് നാഷണൽ ഇൻകം. I think it is clear. See, before studying the calculation of national income, we have to study the basic concept related to national income. അപ്പോൾ ഇവിടെ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷൻസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ഈ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് ചില കോൺസെപ്റ്റുകളുണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. ദ ഫസ്റ്റ് വൺ ഈസ് ഫൈനൽ ഗുഡ്സ്. These are the goods used for the final consumption and not again subjected to the process of production of other goods are called final goods. Examples are thannuണ്ട്: school bag, shoe, cycle, food items. That is, this is the final good. അതിൻ്റെ വേർഡിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. വീണ്ടും ഒരു പ്രൊഡക്ഷന് വേണ്ടി എന്ത് ചെയ്യില്ല, യൂട്ടിലൈസ് ചെയ്യില്ല. ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൺസ്യൂമറിന് വേണ്ടി കൊടുക്കുന്ന ആ ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഫൈനൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, നോട്ട് ഫോർ ദ ഫർദർ പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ഫർദർ പ്രൊഡക്ഷൻ. ഫർദർ പ്രൊഡക്ഷന് വേണ്ടി എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്താ ഇന്റർമീഡിയറി? ഒരു ഇടനില, അല്ലേ? ഇടനിലക്കാർ എന്നൊക്കെ പറയും, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബ്രോക്കർ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇന്റർമീഡിയറ്റ്. ഹിയർ വാട്ട് യു മീൻ ബൈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? Goods used as an input for producing other goods are called intermediate goods. Intermediate goods are the goods that is used for producing other goods and it is the final product of other firm. അതായത് ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്, ഇവിടെ കൊടുത്തിട്ടുള്ള സിമെൻറ്റ് നമ്മൾ എടുക്കുക. സിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമെൻറ്റ് ഒരു ഫേമിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്, അല്ലേ? സിമെൻറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. Again, the cement is used for construction purpose. അവിടെ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റും അറ്റ് ദാറ്റ് ടൈം ദിസ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ബൈ സം അതർ ഫേം. That is, the intermediate goods are used by some other firms. ഒരു
ഫേമിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റും മറ്റൊരു ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു റോ മെറ്റീരിയലായി യൂസ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. സച്ച് ഗുഡ്സ് ആർ കോൾഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം ഈസ് കൺസംഷൻ ഗുഡ്സ്. Consumption goods. Final goods which are ultimately for the process of consumption is called consumption good or consumer good. Example, cloth articles. See, these consumption goods are again divided into durable goods and non-durable goods. But consumption goods എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is utilized for consumption. Final goods it is utilized for consumption. ചില ഫൈനൽ ഗുഡ്സ് നമ്മൾ കൺസംഷന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ ഗുഡ്സ് കൺസംഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് കൺസംഷൻ ഗുഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഗുഡ്സ് ആണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതൊരു ഫർദർ പ്രൊഡക്ഷന് വേണ്ടി എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ദാറ്റ് ഈസ് വാട്ട് ഫൈനൽ ഗുഡ്സ്. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അത് ഒരു ഫേമിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ്, അതെന്ത് ചെയ്യും, വേറൊരു ഫേം റോ മെറ്റീരിയലായി യൂസ് ചെയ്യും. ഇവിടെ എന്താണ്, കൺസംഷൻ ഗുഡ്സ് അല്ലേ, ഫൈനൽ ഗുഡ്സ് വിച്ച് ആർ അൾട്ടിമേറ്റ്ലി യൂസ്ഡ് ഫോർ ദ പ്രോസസ് ഓഫ് കൺസംഷൻ. കൺസംഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ദിസ് കൺസംഷൻ ഗുഡ്സ് ഈസ് ഡിവൈഡ് ഇൻ ടു ദാറ്റ് ഈസ് ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. What do you mean by durable goods? Durable goods are those goods which have a long life. They can use again and again. നമ്മൾ ഒന്ന് വാങ്ങിക്കഴിഞ്ഞു അല്ലേ, ഫർണിച്ചർ, ടി വി, ഫ്രിഡ്ജ്, ഇതൊക്കെ എന്താണ്, ഡ്യൂറബിൾ ഗുഡ്സ് ആണ്, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദാറ്റ് ഈസ് ദ ഗുഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടൈം എന്ന് പറയുക. ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്യൂറബിൾ ഗുഡ്സ്. അപ്പോൾ എന്താ നോൺ ഡ്യൂറബിൾ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഹാവ് എ ഷോർട്ട് ലൈഫ് ടൈം. They will perish with consumption. That is food articles, vegetables, fish അല്ലേ, നമ്മൾ ഫിഷ്, വെജിറ്റബിൾസ് ഒക്കെ എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ദാറ്റ്സ് ഹാവ് എ ഷോർട്ട് ലൈഫ് സ്പാൻ. അതിനൊരു ഷോർട്ട് പീരീഡേ ഉള്ളൂ. അത് കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് ഗുഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ കൺസംഷൻ. ആ ഗുഡ്സ് എന്താണ്, കൺസംഷന് യൂസ്ഫുൾ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എ ഷോർട്ട് ലൈഫ് സ്പാൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് റിലേറ്റഡ് ടു national income is capital goods. What it is? Capital goods. These are the goods which can be used for the production of other goods is called capital goods. ഈ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഈസ് ദ ഫൈനൽ ഗുഡ്സ്. ഇത് ഫൈനൽ ഗുഡ്സ് ആണ് മക്കളെ. ഇതെന്ത് ചെയ്യാം, എഗെയിൻ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ. അവിടെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അവിടെ എന്താണ്, ഫൈനൽ കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു. ഈ ഫൈനൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് കൺസംഷൻ ഗുഡ്സ് ആണ് വരുന്നത്, ഒന്ന് കൺസംഷനിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സും. കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ആണ്. ഈ കൺസംഷൻ ഗുഡ്സിന്റെ പ്രത്യേകത എന്താണ്, ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് എന്ത് ചെയ്തു, കഴിഞ്ഞു അല്ലേ. നമ്മൾ ഫുഡ് ഐറ്റംസ് വാങ്ങി, ഡ്രസ്സ് വാങ്ങി, നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് യൂസ്ഡ്. ഒരിക്കലും നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞു, അതൊക്കെ കഴിയുമ്പോൾ എന്താണ്, അതിന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ഈ കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ തവണ അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻറ്റയർലി ഫോർ ദ കൺസംഷൻ പർപ്പസ് ഓൺലി. അതാണ് കൺസംഷൻ ഗുഡ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഓൺലി ഫോർ കൺസംഷൻ. അവിടെ കൺസംഷൻ മാത്രമേ അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഫൈനൽ ഗുഡ്സിനെയാണ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫൈനൽ ഗുഡ്സ് തന്നെ നമ്മൾക്ക് ഫർദർ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ക്യാപിറ്റൽ ഗുഡ്സ്. ഇവിടെ പറയുന്ന മിഷനറിയും ബിൽഡിംഗ് ഒക്കെ എന്താണ്, അവിടെ അതിൻ്റെ കൺസംഷൻ കഴിഞ്ഞു, അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, ഒരു മെഷീൻ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. ഇനി അതെന്ത് ചെയ്യാം, ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, so here is the classification, that is goods can be classified into two, that is intermediate goods and final goods. Intermediate goods and final goods. Again this final goods is classified into two, that is consumption goods and capital goods. Consumption goods and capital goods. Consumption goods and capital goods. Here consumption goods is again classified into two, that is durable goods
goods and non-durable goods. Non-durable goods. Non-durable goods. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതാണ്. മൊത്തം ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് ആർ ദ ഗുഡ്സ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ഫോർ കൺസംഷൻ. അത് എന്തിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്? കൺസംഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്റർമീഡിയറ്റ് ആർ ദ ഗുഡ്സ് ദാറ്റ് ഈസ് അഗെയിൻ യൂട്ടിലൈസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് അതർ പെർട്ടിക്കുലർ ഗുഡ്സ്. അല്ലെ, മറ്റ് ഗുഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ ഫൈനൽ ഗുഡ്സിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും. കൺസംഷൻ ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് കൺസംഷൻ. അത് കൺസംഷന് മാത്രമേ പറ്റുള്ളൂ, ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ഫർദർ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഗുഡ്സ് അങ്ങനെയല്ല, അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. ബട്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ഫോർ പ്രൊഡക്ഷൻ പർപ്പസ്. അതാണ് മിഷനറീസും അതുപോലെ തന്നെ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഈ കൺസംഷൻ ഗുഡ്സ് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറബിൾ കൺസംഷൻ ഗുഡ്സും നോൺ ഡ്യൂറബിൾ കൺസംഷൻ ഗുഡ്സും. ഡ്യൂറബിൾ കൺസംഷൻ ഗുഡ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഹാവ് എ ലോങ് ലൈഫ് ടൈം. അല്ലേ, എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ടി വി, ഫ്രിഡ്ജ്, ഇതൊക്കെ ലോങ് ലൈഫ് ടൈം ഉപയോഗിക്കുന്ന കൺസംഷൻ ഗുഡ്സ് ആണ്. ഇനി നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫിഷ് അല്ലെങ്കിൽ എന്താണ്, വെജിറ്റബിൾസ്, അതൊക്കെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സിൽ വരിക. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. യെസ്, നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം ഇസ് depreciation or consumption of fixed capital. Depreciation or consumption of fixed capital. You might have heard the word depreciation. What do you mean by depreciation? Depreciation is the wear and tear of capital goods. Right? Wear and tear of capital goods. That means, see, depreciation, തേയ്മാനം എന്നാ പറയുക. ഒരു മെഷീൻ യൂസ് ചെയ്യാണ്. സി, നമ്മൾ മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിലും 2-3 വർഷം കഴിയുമ്പോൾ അതിന് എന്ത് വരും, മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അല്ലേ, അത് ഒന്ന് നമ്മൾ പൊടി തട്ടി വെക്കുക എന്ന് പറയുന്ന പോലെ അതിനൊരു മെയിൻ്റനൻസ് കോസ്റ്റ് വരും. അല്ലേ, കേട് വരും. മൊബൈൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നമ്മൾ ഡിസ്പ്ലേ പോകും, അങ്ങനത്തെ പല കംപ്ലൈൻറ്റ് വരും. അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഒരു മെഷീൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് പറ്റിയിട്ടുള്ള കേടുപാടുകൾ വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. What it is? Depreciation. That is, wear and tear of capital goods is called depreciation. Wear and tear of capital goods is called depreciation. I think it is clear. Next concept related to national income is inventory. This is very important. What do you mean by inventory? Simply, inventory means stock. Inventory means stock. The quantity of output of a firm that could not be sold is called inventory. Inventory is a stock variable. അതൊരു ഫ്ലോ വേരിയബിൾ അല്ല, സ്റ്റോക്ക് വേരിയബിൾ ആണെന്നാണ് പറയുന്നത്. എന്താണ് ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എ സ്റ്റോക്ക്. അല്ലേ, നമ്മൾ വിൽക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതിലെന്ത് വരാം, റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. സിംപ്ലി, ഇൻവെന്ററി മീൻസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ഇൻവെന്ററി. ഇൻവെന്ററി മീൻസ് ഇറ്റ് ഈസ് സ്റ്റോക്ക്. Inventory means it is stock. See, if the value of inventory is more than previous year, it is called accumulation of inventory. It is called accumulation of inventory. If the value of inventory is less than previous year, it is called decumulation of inventory. See, inventory എന്ന് പറയുമ്പോൾ, if the value of inventory is more than that of previous yearനേക്കാളും ഇൻവെന്ററിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നാണ് പറയുക. ഇനി പ്രീവിയസ് ഇയറിനേക്കാളും വാല്യൂ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. അതിന് പറയുന്നത് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നാണ് പറയുന്നത്. ദെൻ see, ഈ accumulation of inventory or decumulation of inventory is maybe planned or unplanned. Accumulation of inventory അല്ലെങ്കിൽ decumulation of inventory എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടും സംഭവിക്കാം. What do you mean by planned inventories and unplanned inventories? If the producer is deliberately or intentionally making accumulation or decumulation of inventory, that is deliberate increase and decrease in stock of goods, is called planned inventories. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഡെലിബറേറ്റ് വേണം വെച്ചിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്ലാൻഡ് ഇൻവെന്ററി. അവിടെ അക്യുമുലേഷൻ ആകാം അല്ലെങ്കിൽ ഡിക്യുമുലേഷൻ ആകാം.
അക്യുമുലേഷൻ ആകാം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് കൂട്ടാം, അല്ലെങ്കിൽ സ്റ്റോക്ക് കുറയ്ക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ഒരു പ്രൊഡ്യൂസറുടെ ഇഷ്ടമാണ്. എൻ്റെ ഫേമിൻ്റെ സ്റ്റോക്ക് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസിഷൻ ഓഫ് ദ പ്രൊഡ്യൂസർ. അതിനെയാണ് പ്ലാൻഡ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഇനി അൺപ്ലാൻഡ് ഇൻവെൻറ്ററീസ്. Unplanned inventories that is happening due to unexpected changes na parayum. That is happening due to unexpected changes. See, now in the present situation namukku aynor example parayan pattum. Now the sale of mobile phone and laptop and modern this electronic equipments is very high. ഇപ്പം നമ്മൾ പല കടകളിൽ പോയി ചോദിക്കുമ്പോൾ സോറി അതിൻ്റെ സ്റ്റോക്ക് ഇല്ല, അത് കഴിഞ്ഞു, ഇനി വരണം, ഓർഡർ ചെയ്തിട്ടുണ്ട് വരണം. എന്താണ് സംഭവം? ഈ കൊറോണ വന്നപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിലുണ്ടായ മാറ്റം പ്രകാരം എന്താണ്, കുറേ പേർക്ക് ലാപ്ടോപ്പ് വേണം, മൊബൈൽ ഫോൺ വേണം, മൈക്ക് വേണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അല്ലേ വേണമെന്ന് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പോയി ചോദിക്കുമ്പോൾ അത് വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഇല്ലാതാവുകയാണ്. അപ്പോൾ എന്താണ്, അത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് കാരണം അതിൻ്റെ സ്റ്റോക്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇനി അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് കാരണം സ്റ്റോക്ക് കൂടിയതും ഉണ്ടാവാം അല്ലേ? അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺപ്ലാൻഡ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. സോ ഇൻവെന്ററീസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ടു. ഇൻവെന്ററി നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഈസ് പ്ലാൻഡ് ഇൻവെന്ററി ആൻഡ് അൺപ്ലാൻഡ് ഇൻവെന്ററി. ഒരു ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാക്കാം. പ്ലാൻഡ് ഇൻവെന്ററി എന്നും അൺപ്ലാൻഡ് ഇൻവെന്ററി എന്നും പറയും. പ്ലാൻഡ് ഇൻവെന്ററി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിബറേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ സ്റ്റോക്ക് അല്ലേ? മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്? പ്ലാൻഡ് ഇൻവെന്ററി. ഇനി അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് കാരണം ഇൻവെന്ററിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് അൺപ്ലാൻഡ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് clear. See how we can calculate change in inventory. How we can calculate change in inventory. That is change in inventory, that is A is equal to production during the year. During the year at present, that is Q minus sale during the year. ഈ വർഷം എത്ര വിറ്റു അല്ലേ? ഈ വർഷം എത്ര പ്രൊഡക്ഷൻ ചെയ്തു, എത്ര വിറ്റു. ഇഫ് വി ആർ കാൽക്കുലേറ്റിംഗ് ലൈക്ക് ദിസ് വി വിൽ ബി ഗെറ്റിംഗ് ഇൻവെന്ററി. ഈ വർഷം എത്രമാത്രം ഉണ്ടാക്കി, അതിന് എത്ര വിറ്റു അല്ലേ? 10 പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിന് 5 വിറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി 5 എന്ത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ചേഞ്ച് ഇൻ ഇൻവെന്ററി ക്യാൻ ബി ഫൗണ്ട് ബൈ അനദർ ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. Closing stock minus opening stock. I think it is clear. We will discuss one problem related to inventories. A car manufacturing company started production with the stock of 700 cars. എത്ര കാറാണ്? 700 cars. During the year, company manufactured 1200 cars, out of which it sold 1100 cars. Calculate the first one, change in the current year inventory അല്ലേ? കറന്റ് ഇയർ ഇൻവെന്ററി എങ്ങനെയാണ് കാണുക? സി, ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്രീവിയസ് ഇയറിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 700 ആണ് അല്ലേ? 700. ഇത്തവണ ഈ വർഷം കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത കാറിന്റെ എത്രയാണ്? ദാറ്റ് ഈസ് 1200 കാറാണ് ഇപ്പം എന്ത് ചെയ്തത്? കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു 1200 കാറാണ് അല്ലേ? ഇനി എന്താണ്? എത്രയാണ് വിറ്റ് പോയത്? ദാറ്റ് ഈസ് സോൾഡ്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു എത്രയാണ്? 1100 ആണ് അല്ലേ? 1100 കാറാണ് വിറ്റത്. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ വർഷത്തെ ഇൻവെന്ററി കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഇൻവെന്ററി ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു Q മൈനസ് V അല്ലേ? Q മൈനസ് V എന്നാണ്. അപ്പോൾ Q ഇവിടെ എത്രയാണ്? 1200 മൈനസ് 1100. അപ്പോൾ ഈ വർഷത്തെ സ്റ്റോക്ക് എത്രയാണ്? 100. ഈ വർഷത്തെ സ്റ്റോക്ക്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഈ വർഷത്തെ സ്റ്റോക്ക് എത്രയാണ്? 100 ആണ്. ഇനി സെക്കൻഡ് വൺ എന്താണ്? ഫൈൻഡ് ദ ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദ കറന്റ് ഇയർ. ഈ വർഷത്തെ ലാസ്റ്റിൽ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടാകും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് പ്ലസ് ഈ വർഷത്തെ സ്റ്റോക്ക്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രീവിയസ് ഇയർ സ്റ്റോക്ക്, ചേഞ്ച് ഇൻ പ്രീവിയസ് ഇയർ stock plus change in current year stock. Change in current year stock.
കറന്റ് ഇയർ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ പ്രീവിയസ് ഇയർ സ്റ്റോക്ക്. പ്രീവിയസ് ഇയർ സ്റ്റോക്ക് എത്രയാണ്? 700. പ്രീവിയസ് ഇയർ സ്റ്റോക്ക് എത്രയാണ്? 700. ഈ വർഷത്തെ സ്റ്റോക്ക് എത്രയാണ്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 800. 800 ആണ് വാല്യൂ വരുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. യെസ്, നെക്സ്റ്റ് ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു national income is gross investment. Gross investment, the part of final goods that comprises of capital goods are called gross investment. That is, road, railway, airport, dam, etc. are the example. A part of final goods that comprises capital goods. ഒരു ഫൈനൽ ഗുഡ്സിൽ ക്യാപിറ്റൽ ഗുഡ് കംപ്രൈസ് ചെയ്യുകയാണെങ്കിൽ, ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഒരു നാഷണലെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഫൈനൽ ഗുഡ്സ് ആണ്, പക്ഷെ ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് വൺ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. Addition to the existing stock of investment is called net investment. ഇപ്പോൾ ഉള്ളതിനോടൊപ്പം, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഒരു 10 മെഷീൻ വാങ്ങിയിട്ടു. അഡീഷണൽ നെക്സ്റ്റ് അയാൾ എന്ത് ചെയ്യുന്ന അടുത്ത വർഷം ഒരു 5 മെഷീൻ കൂടി വാങ്ങി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദ്യം വാങ്ങിയ 10 എണ്ണത്തിൻ്റെ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട്? ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. Okay, I think it is clear. Next basic concept related to national income is net indirect tax. That is, government is imposing ടാക്സ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കോണമി. അല്ലേ, ഒരു എക്കോണമിയിൽ എന്ത് ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് ഈടാക്കുന്നുണ്ട്. അല്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ടാക്സുകളിലാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി. ഇപ്പം എല്ലാം കൂടി എല്ലാ ടാക്സും കൂടി മെർജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? GST, അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ പ്രൈസിൽ ഓട്ടോമാറ്റിക്കലി വില കൂടും. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. ഗവൺമെൻറ് ടാക്സ് മാത്രമല്ല കൊടുക്കുന്നത്, അതിനോടൊപ്പം ഗവൺമെൻറ് എന്തുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇവർക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലേ, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്കെന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ സാധനത്തിൻ്റെ മേലെയും ഗവൺമെൻറ് ടാക്സ് ഇടുന്നുണ്ട്. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഡയറക്റ്റ് ടാക്സ് മാത്രമല്ല, ഒരു പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സിഡി. നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടാകും, ഗ്രീൻ റെവല്യൂഷൻ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വി ആർ പ്രൊവൈഡിങ് സബ്സിഡി ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സബ്സിഡി കൊടുക്കും. അല്ലേ, അപ്പം നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ് ഇൻഡയറക്റ്റ് ടാക്സ് മാത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് NIT is equal to T minus S. Tax, that is indirect tax minus subsidies. Okay, I think it is clear. Next basic concept related to national income is transfer payments. Transfer payment. That is, these are the unilateral payments from the part of government or individual to another individual or institution without expecting any return na paraya. That is, transfer payment are the payment that is government is providing to the institution or individual or to the organization without expecting any return na paraya. ഒരു റിട്ടേൺ പോലും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സ്കോളർഷിപ്പ്, ഓൾഡ് ഏജ് പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ, അല്ലേ, ഇപ്പോൾ വിധവാ പെൻഷൻ, അങ്ങനെ ഓരോ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. ഇതിന്ന് ഗവൺമെൻറ്റിന് എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് എന്ത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. ട്രാൻസ്ഫർ ഇൻകം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, അത് നമ്മളുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്, അവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? ചിലവാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിട്ടേൺ എന്നാണ് പറയുന്നത്. ഒരു റിട്ടേണും നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം ഇസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്.
It is the difference between factor income earned by the domestic factors of production employed in foreign countries and factor income earned by the foreigners from the domestic economy. That means it is the difference between those who are working in abroad. നമ്മൾ എന്താണ് പുറത്ത് വർക്ക് ചെയ്യുന്ന അവരുടെ ഇൻകവും അതേ സമയത്ത് ഫോറിനേഴ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സി, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ സിറ്റിസൺ ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്സൈഡ്, ആ പേഴ്സണൽ ഇൻകം കിട്ടുന്നുണ്ടാവും അല്ലേ, ആ ഇൻകവും ഫോറിനർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഇനി ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, ഫോറിനറുടെ ഇൻകം നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് എടുക്കില്ല. കാരണം നമ്മളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിനറുടെ ഇൻകം ഇറ്റ് ഗോസ് ടു ദാറ്റ് പെർട്ടിക്കുലർ കൺട്രി. ഇപ്പം അമേരിക്കയിൽ ഒരാളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം എവിടേക്കാണ് പോകുന്നത്, അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ എടുക്കില്ല. അതേസമയം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വെളിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യും, നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾ. സി, ഓൺ ദ ബേസിസ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയബിൾസ്, വേരിയബിൾസിനെ തന്നെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, സ്റ്റോക്ക് വേരിയബിൾ എന്നും ഫ്ലോ വേരിയബിൾ എന്നും. എന്താണ് സ്റ്റോക്ക് വേരിയബിൾ? വേരിയബിൾ മെഷേർഡ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറയുക. വേരിയബിൾ ദാറ്റ് ഈസ് മെഷറിങ് ഇൻ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ വർഷം മുതൽ ഈ വർഷം വരെ ഒരു കമ്പനിയുടെ വരുമാനം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്ലോ വേരിയബിൾ. ഇനി ഈ മാസത്തെ വരുമാനം എത്ര അല്ലെങ്കിൽ ഈ ദിവസത്തെ വരുമാനം എത്ര എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വാട്ട്, സ്റ്റോക്ക് വേരിയബിൾ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ പീരീഡ് ഓഫ് ടൈം ഒരു വർഷത്തെ വരുമാനം എടുക്കുകയാണെങ്കിൽ, വാർഷിക വരുമാനം ആനുവൽ ഇൻകം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്, ഫ്ലോ. അതിന് എന്താണ്, ഫ്ലോ വേരിയബിൾ ആണ്. ഇനി സ്റ്റോക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, വാട്ട് ഈസ് ദ ഇൻകം ഓഫ് ദിസ് ഡേ, ഓഫ് ദിസ് മന്ത്, ഈ ദിവസത്തെ, ഈ മാസത്തെ എന്നെടുക്കുകയാണെങ്കിൽ അതെന്താണ്, ദാറ്റ് ഈസ് വാട്ട്, സ്റ്റോക്ക് വേരിയബിൾ. അതിന് എന്താ പറയുക, സ്റ്റോക്ക് വേരിയബിൾ ആണെന്ന് പറയും. ദെൻ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്, ഇറ്റ് ഹാസ് നോ ലിമിറ്റ് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, അതിന് ലിമിറ്റ് ഇല്ല. ദെൻ അപ്പുറത്ത് പോകുമ്പോൾ ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്, ഡൈനാമിക് ആണ്, ചേഞ്ചസ് വരും. ദെൻ എക്സാമ്പിൾ, സ്റ്റോക്ക് വേരിയബിളിന് എക്സാമ്പിൾ നോക്കൂ, വെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരാളുടെ വെൽത്ത്, സപ്ലൈ ഓഫ് മണി, എത്രമാത്രം മണി സപ്ലൈ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്, എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇനി ഫ്ലോ വേരിയബിൾ പറയുകയാണെങ്കിൽ എന്താണ്, നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, മൊത്തം ഒരു വർഷത്തെയാണ് അല്ലേ നാഷണൽ ഇൻകം. ക്യാപിറ്റൽ ഫോർമേഷൻ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അല്ലേ, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇതൊക്കെ ഓരോ വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട്, ഫ്ലോ വേരിയബിൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പീരീഡ് ഓഫ് ടൈം. Okay, this is the homework for you that is related to inventories. So that's all for today. Till now we discussed about the basic concept related to national income. നമ്മൾ എന്താണ് ബേസിക് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു നാഷണൽ ഇൻകം ആണ് പഠിച്ചത് അല്ലേ. നമ്മൾ ഏതൊക്കെ ഫൈനൽ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസംഷൻ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡിപ്രീസിയേഷൻ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്, നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ്, ഇങ്ങനെ കുറേ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ that's all for today. If you have any doubt related to this, you can contact me. Thank you. Have a nice day.